മറ്റൊന്ന്, ഈ വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരയാത്ര അതിന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. ഈ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ യാത്രയിലൂടെ പ്രതിപക്ഷ നേതാവിന് ടി.വി. പ്രസാദ്? അൻവറൊക്കെ ചേർന്നത് നമ്മൾ കണ്ടതാണ്. ഉദ്ദേശിച്ച ഒരു ഫലം കിട്ടുമോ? അൻവറൊക്കെ അവിടെ ചേരുന്ന സമയത്തായിരുന്നു എന്ന് തോന്നുന്നു വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നീട് വലിയ വാർത്താ പ്രാധാന്യമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഈ മേഖലയിൽ, അതായത് ഈ മലയോര മേഖലയിലാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ആ മേഖലയിൽ കാര്യമായ ചലനം സൃഷ്ടിച്ചു എന്ന ഒരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പും അതുപോലെ തന്നെ വി.ഡി. സതീശൻ ക്യാമ്പും ഒക്കെ പങ്കുവയ്ക്കുന്നത്. എന്തായാലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് ജാഥ. ഓരോ ദിവസവും ഓരോ ആളുകൾ തോതിൽ കൊല്ലപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ മലയോര മേഖല വന്യജീവി ആക്രമണത്തിൻ്റെ ഭാഗമായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നിപ്പോൾ വൈകിട്ട്, ഇത് രാവിലെ ജാഥ പാലോടാണ്, തിരുവനന്തപുരത്തെ മലയോര മേഖലയാണ് പാലോട്. വൈകിട്ട് അമ്പൂരിയിലാണ് സമാപിക്കുക. കേരളത്തിൻ്റെ AICC ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഇന്നത്തെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ജാഥയുടെ ഒരു പ്രത്യേകത, ജാഥയിൽ നിന്ന് കിട്ടിയ പരാതികൾ അത് നിയമസഭയിൽ ഉന്നയിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്.